ഇതാരാന്ന് മനസ്സിലായോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഇത് ദുൽഖർ സൽമാൻ. ഇതും ദുൽഖർ സൽമാൻ തന്നെയാണ്. ഒരെണ്ണം ദുൽഖർ സൽമാൻ ഫേമസ് അല്ല, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ മോൻ അല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പേഴ്സൺ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഷോക്കേസ് ചെയ്യുന്ന ഒരു ഫോട്ടോ. ഒരെണ്ണം ദുൽഖർ സൽമാൻ ആക്ച്വലി ഹൂ ഈസ് റൈറ്റ് നൗ. ഇനി എത്ര കാശുണ്ടെന്ന് പറഞ്ഞാൽ ആയിരങ്ങൾ സ്പെൻഡ് ചെയ്ത് ക്ലോത്ത്സും വാച്ചസും ഷൂസും ഇട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഗ്രൂമിങ് ഓൺ പോയിന്റ് അല്ല, ഹൗ യു പ്രസന്റ് യുവർ സെൽഫ് ഓൺ പോയിന്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഇതുപോലെ വരത്തുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ആവറേജ് ഒരു ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ എബോവ് ആവറേജ് ആവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ ഗ്രൂമിങ് ടൂൾസ് നിങ്ങളുടെ കയ്യിൽ വേണം, നിങ്ങൾ കംപ്ലീറ്റ് ലുക്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞുതരാം. സോ ഇത് വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് വീഡിയോ ഇട്ട് തരാം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തിട്ട് നീ ഒരു മെന ഇല്ലല്ലോ എന്ന് മുൻപും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയുകയാണ്, അതൊക്കെ ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും ഒപ്പിച്ചത്. അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇതിലും മെനകെട്ട കോലമായിരുന്നു. അതിപ്പോൾ ഞാനെന്നല്ല, ഒട്ടുമിക്ക ആണുങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. അവർ ലുക്സ് ഓൺ പോയിന്റ് ആയിട്ട് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ എപ്പോഴും ബിലോ ആവറേജ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. സോ ആ ഒരു രീതിയിലോട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്തേ പറ്റൂ. ഒന്നാമത്തത് ഒരു ഗ്രൂമിങ് സെറ്റ്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഗ്രൂമിങ് ടൂൾസും അതിനകത്ത് കാണും, ഇൻക്ലൂഡിങ് സിസേഴ്സ് ആണെങ്കിലും നെയിൽ കട്ടേഴ്സ് ആണെങ്കിലും ട്വീസേഴ്സ് ആണെങ്കിലും എന്ത്. ഇപ്പം നഖത്തിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ എടുത്ത് കളയുന്നതാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈ തിക്കായിട്ടുള്ള സ്കിന്നൊക്കെ സ്ക്രബ് ചെയ്ത് കളയുന്ന രീതിയിലുള്ള സാധനമാണെങ്കിൽ എല്ലാം ഈ ഒരു ഒറ്റ ഗ്രൂമിങ് സെറ്റിൽ കാണും. ഇത് എല്ലാവരുടെ കയ്യിലും മസ്റ്റായിട്ടാണ്. ഇനി ഇത് സെറ്റായിട്ട് മേടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചാൽ അത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കേണ്ട 3 മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ട്വീസേഴ്സ്, ഒന്നൊരു സിസേഴ്സ്, ഒന്ന് ഒരു നെയിൽ കട്ടർ. നെയിൽ കട്ടേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, നെയിൽ എപ്പോഴും വീക്ക്ലി വൺസ് എങ്കിലും ട്രിം ചെയ്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത് ട്വീസേഴ്സ് എന്താണെന്ന് മിക്കവർക്കും അറിയത്തില്ല. കണ്ണിൻ്റെ ഈ പിരിവത്തിൻ്റെ ഈ ഭാഗത്തുള്ള യൂണിബ്രോ, ആ ഒരു ഭാഗം അവിടെ ഹെയർ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ലുക്സ് കുളമാവും. സോ ആ ഒരു ഭാഗത്ത് ട്രിം ചെയ്യാതെയോ ഷേവ് ചെയ്യാതെയോ നിങ്ങൾ പ്ലക്ക് ചെയ്ത് കളയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അത് പിച്ചി കളയണം, അതാണ് ഏറ്റവും നല്ലത്. പ്ലക്ക് എന്ന് പറയുമ്പോൾ വേറെ രീതിയിലോട്ട് പോകാതിരിക്കാനാണ് പിച്ചി കളയണമെന്ന് തന്നെ പറഞ്ഞത്. അതും വീക്ക്ലി വൺസ് എങ്കിലും ചെയ്യണം, എന്നാലേ നിങ്ങളുടെ ബ്രൗസ് ഓൺ പോയിന്റ്. ഫൈനലി നിങ്ങൾക്കറിയാം സിസേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയർഡൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും മീശയും നോസ് ഹെയർസ് ഒക്കെ ട്രിം ചെയ്യാനായിട്ടും പറ്റിയൊരു സാധനമാണ്. ആൻഡ് ഇതെല്ലാം സെപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇനിയൊരു സാധനം പറയാം, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂമിങ് ടൂൾ, അതായത് ഒരു ട്രിമ്മർ സെറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡിക്കായിട്ട് സെപ്പറേറ്റ് ട്രിമ്മർ വേണം, നിങ്ങൾക്ക് ബിയർഡിന് സെപ്പറേറ്റ് ട്രിമ്മർ വേണം, ഈവൻ നിങ്ങളുടെ നോസ് ഹെയർ, ബോഡി ഹെയർ ആണെങ്കിലും പ്രൈവറ്റ് പാർട്സിനാണെങ്കിലും എല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ട്രിമ്മേഴ്സ് വെക്കണമെങ്കിൽ വെക്കാം. ഇല്ല, എല്ലാം കൂടെ ഉള്ള ഒരു ഒറ്റ സെറ്റായിട്ടുള്ള ട്രിമ്മർ പാക്സ് കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ചിലപ്പോൾ 2000 to 3000 റേഞ്ചിലാണ് ഇങ്ങനത്തെ ട്രിമ്മർ സെറ്റുകൾ വരുന്നത്. അതിനകത്ത് തന്നെ നിങ്ങൾ നോസിനാണെങ്കിലും ഷേവർ ആണെങ്കിലും ബിയേർഡിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും ഈവൻ ഇൻറ്റിമേറ്റ് ഏരിയാസിന് പോലും എല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒറ്റ പാക്കുകൾ കിട്ടാറുണ്ട്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, എന്നാലും ഞാൻ പറയാം, എൻ്റെ കയ്യിൽ അതിൻ്റെ 2 സെറ്റ് ഉണ്ട്. സെയിം ബ്രാൻഡ് ബോംബെ ഷേവിംഗ് കമ്പനിയുടെ 2 എണ്ണം ഉണ്ട്. രണ്ടും ഡിഫറെൻറ്റ് വേരിയൻസ് ആണ്. പക്ഷെ ഇതുപോലെ ഒരു ടൂളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത്രയും പൈസ കൊടുത്ത് ട്രിമ്മർ മേടിക്കണ്ട എന്നൊക്കെ പറയും, പക്ഷേ ഓരോ ഭാഗത്തിനും ഓരോ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ട്രിമ്മർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഹൈജീനിക് ആയിട്ട് തോന്നുവാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലത്. അതേ സെയിം എഫക്റ്റ് തന്നെയായിരിക്കും ഡിഫറെൻറ്റ് ഹെഡ്സ് ഉള്ള ട്രിമ്മർ യൂസ് ചെയ്യുമ്പോൾ. കാരണം ഒരു ഭാഗത്ത് യൂസ് ചെയ്ത ഹെഡ് തന്നെ ആയിരിക്കും ഇതിൽ നമ്മൾ വേറൊരു ഭാഗത്ത് യൂസ് ചെയ്ത്. മൂന്നാമത്തെ കാര്യം, ഇതൊരു നല്ല റോള് പ്ലേ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മന്ത്ലി ഹെയർ കട്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഹെയർ കട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. അതിപ്പോൾ മുടി വളർത്തുവാണ്, ലോങ് ഹെയർ സ്റ്റൈൽ ഉള്ളവരാണെങ്കിലും ഷോർട്ട് ഹെയർ സ്റ്റൈൽ ഉള്ളവരാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ലോങ് ഹെയർ സ്റ്റൈൽ ഉള്ളവരാണെങ്കിൽ ചില സമയത്ത് നമ്മുടെ ബാക്കിലെ ഭാഗത്തോട്ട് ഇറങ്ങി കിടക്കും, ചില സമയത്ത് ചെവിയുടെ ഈ ഉള്ളിലോട്ടൊക്കെ മുടികൾ കയറി പോകണം. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ചിലർക്ക് ഭയങ്കരമായിട്ട് ചുരുങ്ങിയ മുടിയൊക്കെ ഉള്ളവർക്ക് അത് വെൽ കെപ്റ്റ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പറന്ന് നടക്കും, ഒരുമാതിരി കണ്ണാപ്പി ലുക്ക് ആയിരിക്കും. സോ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹെയർ കട്ട് എടുത്തേ പറ്റൂ. ഇനിയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, സ്കിൻ കെയർ. ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് മുഖത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണി കണ്ട പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് യൂസ് ചെയ്ത് 1 or 2 വീക്സ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബ്രേക്ക്ഔട്ട്സ് വരും ചില പ്രോഡക്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ എനിക്ക് പ്രൊമോട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ, നോക്കിയും കണ്ടൊക്കെ എനിക്ക് എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്ന 3 സാധനങ്ങളാണ്. ഒന്നൊരു ഫേസ് വാഷ്,
രണ്ടാമത്തെ ഒരു നയാസിനമൈഡ് സെറം, മൂന്നാമത്തെ ഒരു സൺസ്ക്രീൻ. ഇത് മൂന്ന് മാത്രമാണ് ഞാൻ എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ഒരു ആവറേജ് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്കിന്നാണ് എനിക്ക്. എന്നാൽ സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വരും. അത് വേറൊരു കാര്യം. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ മുഖത്തിൻ്റെ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട്സ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന് പോയതിൻ്റെ പാട് കാണാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലും കാണാൻ പറ്റും. കൂടുതലും ഞാൻ ഒരു സൈഡ് കൊണ്ട് ഉറങ്ങുന്നതും പില്ലോ കേസിൻ്റെ സൈഡ് കൊണ്ട് ഉറങ്ങുന്നതുകൊണ്ടും ഇറിറ്റേഷനൊക്കെ കാരണമായിരിക്കും എനിക്ക് കൂടുതലും ബ്രേക്ക് ഔട്ട്സ് വരുന്നത്. എപ്പം വന്നാലും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നുണ്ടെങ്കിൽ കൂടുതലും അത് പില്ലോ കേസിൻ്റെ കാരണമായിരിക്കാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൻ കെയറിൽ ഇൻവെസ്റ്റ് ചെയ്തേ പറ്റും. അതിപ്പം 2, 3, 4, 5, 6 മാസം യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. പക്ഷേ മേ ബി ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഓഫ്കോഴ്സ് നിങ്ങളുടെ ഫേസിൽ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഉടനെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇപ്പം ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ടായിരുന്നു, ഇത് പെമ്പിള്ളേരെ കാണും ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടല്ലോടാ, ഇതെല്ലാം വാരിക്കോരി തേച്ചിട്ട് ഒരു മെനയില്ലല്ലോടാന്ന്. അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്തില്ല, ഇതൊന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിലും മെനമിട്ട രീതിയിലായിരുന്നു എൻ്റെ സ്കിൻ. സോ ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത്രയെങ്കിലും നിൽക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും ബ്രേക്ക് ഔട്ട്സ് വരാറുണ്ട്. ആൻഡ് അത് നല്ല രീതിയിൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. എനിക്ക് ഈ ഫേസ് ഫുള്ള് ബ്രേക്ക് ഔട്ട്സ് വന്ന് ഡെർമറ്റോളജിനെ കാണിച്ച് ഓയിൽമെന്റ്സ് ഒക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ നിങ്ങളും ഒരു സ്കിൻ കെയർ റുട്ടീനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായി. ഇനി സ്കിൻ കെയറിൽ തന്നെ ഇൻക്ലൂഡ് ആക്കേണ്ട ഒരു കാര്യം കൂടെ തന്നെയാണ് സൺസ്ക്രീൻ. ഇത് മസ്റ്റായിട്ടും എല്ലാവരും യൂസ് ചെയ്തേക്കണം. മഴയാണോ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, വെയിലാണോ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, ഇനി പുറത്തൊന്നും പോകണില്ലേ സൺസ്ക്രീൻ യൂസ് ചെയ്യണം, വീടിനകത്ത് തന്നെയാണോ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ചിലർ പറയും പണ്ടത്തെ ആൾക്കാരൊന്നും സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലല്ലോ, അവർക്ക് നല്ല രീതിയിൽ തന്നെയാണോ നിൽക്കുന്നത് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളുടെ പാരൻസിന് അല്ലെങ്കിൽ അവിടെ മുമ്പത്തെ പാരൻസിന് നോക്കിയാൽ അവർ ഏർലി 30s ആകുമ്പോൾ തന്നെ അവരുടെ മുഖം ഭയങ്കരമായിട്ട് ഇരുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിങ്കിൾസ് ഒക്കെ വന്ന രീതി, അത് സൺ എക്സ്പോഷർ കാരണമാണ്. ആൻഡ് അന്നത്തെ രീതിയിലുള്ള എക്സ്പോഷറിൻ്റെ എഫക്റ്റ് അല്ല ഇന്ന് അതിന് ഇൻറ്റൻസിറ്റി കൂടുതലാണ്. സോ അതിനുള്ള എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കും. ആൻഡ് ഓൾസോ സൺസ്ക്രീൻ നല്ലതുണ്ട് മോശമായിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾ തന്നെ നോക്കി നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അതിന് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടം. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫേഷ്യൽ ടിഷ്യൂസ്, അതായത് വെറ്റ് വൈപ്സ് അല്ല, ആൽക്കഹോളിക് വൈപ്സ് അല്ല, ഞാൻ നോർമൽ ടിഷ്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഇപ്പോൾ ഒരു 2 വർഷത്തിൽ കൂടുതലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഇപ്പം കുളിച്ചിറങ്ങുമ്പോൾ ഫേസിൽ ഞാൻ ഫേസ് വാഷ് ആയിരിക്കുമല്ലോ ഇടുന്നത്, ആ സെയിം ടവൽ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ബോഡിയൊക്കെ വൈപ്പ് ചെയ്യുന്നത്. ബോഡിയുടെ എല്ലാ പാർട്ടും വൈപ്പ് ചെയ്യുന്നത് ചിലർ മിക്കവരും അത് തന്നെ ചെയ്യുന്നത്, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. അതേ സെയിം ടവൽ കൊണ്ട് തന്നെ ഫേസിൽ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പകരം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഫേസിൻ്റെ ഭാഗത്ത് മാത്രം ഞാൻ ആ ടവൽ യൂസ് ചെയ്തിട്ട് പകരം ടിഷ്യൂ പേപ്പർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ 2-3 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് ആ ഒരു കാരണം കൊണ്ട് നിങ്ങളുടെ ഫേസ് കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിട്ട്, സ്കിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടിരിക്കും. സോ ഫേസിന് നിങ്ങൾ ഒരിക്കലും ടവൽ യൂസ് ചെയ്യരുത്, സെയിം ടവൽ യൂസ് ചെയ്ത് ടിഷ്യൂ മാത്രമേ യൂസ് ചെയ്യാറ്. ഞാൻ യൂസ് ചെയ്യുന്നൊരു കാര്യമായിട്ട് പറഞ്ഞുള്ളൂ. സോ നിങ്ങളുടെ ബിയർഡ് ശരിയാക്കി, നിങ്ങളുടെ സ്കിൻ ശരിയാക്കി, നിങ്ങളുടെ ഹെയർ കട്ട് കൊണ്ട് നിങ്ങളുടെ ഹെയർ ശരിയാക്കി, ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഓറൽ ഹൈജീൻ ആണ്. ഇതിന് മസ്റ്റായിട്ട് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് സാധാ ടൂത്ത് ബ്രഷ് ആണെങ്കിൽ അതെങ്കിൽ അത്, പക്ഷേ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് വേണമെങ്കിൽ ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ആണ് ഇപ്പോഴും. ഓൾമോസ്റ്റ് 1 ഇയർ ആയെന്ന് തോന്നുന്നു. ഒരു ഡോക്ടറിന് റെക്കമെൻഡ് ചെയ്യുന്നതിന് ശേഷമാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഓറൽ ബിയുടെ ഒരു ടൂത്ത് ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. 1000 rupees ആണ് വരുന്നത്. 2-3 മാസം കൂടുമ്പോൾ അതിൻ്റെ ഹെഡ് ചേഞ്ച് ചെയ്യണം. 200 രൂപയാണ് ഹെഡ് ചേഞ്ച് ചെയ്യുന്നത്. ശരി എക്സ്പെൻസീവ് ആണ്, പക്ഷേ നിങ്ങൾ പല്ല് കുറച്ചുകൂടെ ക്ലീനർ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഡിഫറൻസ് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഒന്നാമത് മാൻഡേറ്ററി ആയിട്ട് ഓറൽ ഹൈജീനിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. രണ്ടാമത് വാട്ടർ ഫ്ലോസ് ചെയ്യുന്ന എന്തിനാണെന്ന് മിക്കവർക്കും അറിയാം. നമ്മൾ പല്ലൊക്കെ തേച്ചാലും പല്ലിൻ്റെ ഇടയ്ക്കുള്ള ഫുഡ് ഒരിക്കലും അവിടെ നിന്ന് പോകത്തില്ല, അവിടെ തന്നെ ചെറിയ പാർട്ടിക്കിൾസ് കാണും. ഓഫ്കോഴ്സ് അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ടർ ഫ്ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെള്ളമാണ് ഇതിൻ്റെ ഇടയ്ക്കോട്ട് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഫുഡ് പാർട്ടിക്കിൾസ് ഇറങ്ങി വരാനുള്ള പ്രോബബിലിറ്റി ഒരു 90% ചാൻസ് അതാണ്. എന്നിട്ടും പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ട്രഡീഷണൽ രീതിയിലുള്ള ഫ്ലോസേഴ്സ് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ 2 ഉണ്ട്. 2ഉം ഞാൻ മാറി ഇതിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ ഓവറോൾ ഹൈജീനും ആ ഗ്രൂമിങ് നല്ല രീതിയിൽ ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഒരു പെർഫ്യൂം. നിങ്ങൾ നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യണം. ഇപ്പം ഓൾമോസ്റ്റ് നല്ല രീതിയിൽ ഗ്രൂം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബാഡ് ഓർഡറും അതും ഇതൊക്കെ എല്ലാം പോവും. അതിൻ്റെ കൂടെ ഒരു പെർഫ്യൂം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു ചെറി ഓൺ ടോപ്പ് പോലെ നല്ല രീതിയിലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട്, ഇപ്പം ഞാൻ പേഴ്സണലി നല്ല രീതിയിൽ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ഒരാളാണ്. കൂടുതലും ഈ ഫ്രൂട്ടി ഫ്ലവറി ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ആണ് യൂസ് ചെയ്യുന്നത്, സ്വീറ്റ് ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പാർട്ട്ണർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നല്ല മണം. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആണ്, എനിക്കൊരു സന്തോഷമാണ്. സോ നിങ്ങളുടെ ഓവറോൾ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആവും, നിങ്ങൾ നല്ല രീതിയിൽ സ്മെൽ ചെയ്യുകയും ചെയ്യും. നല്ലൊരു പെർഫ്യൂമിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്നേ തന്നെ യൂസ് ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ ഈ ലുക്കിൽ നിന്ന് ഈ ലുക്കിലോട്ട് നിങ്ങളുടെ ആ ഒരു മാക്സിമം ലുക്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആൻഡ് ഇതിൻ്റെ മേലെ ഡയറ്റ്, എക്സസൈസ്, ഡ്രസ്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ
പീക്ക് ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. സോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഈ കാണിച്ചതിൽ എല്ലാത്തരം ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഒക്കെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മേക്ക് ഷുവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.